അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ്. പ്രിയമുള്ളവരെ, റഹ്മത്തിൻ്റെ 10 നമ്മോട് വിട പറഞ്ഞു പോയി. ഇപ്പോൾ നമ്മളുള്ളത് മഗ്ഫിറത്തിൻ്റെ 10-ലാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യേനയും വരുന്ന സർവപാപങ്ങളും പൊറുക്കാൻ അള്ളാഹുവിനോട് മനസ്സുരുകി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഖുദ്സിയായ ഹദീസിൽ കാണാം, എൻ്റെ അടിമ രാത്രി തെറ്റ് ചെയ്യുമ്പോൾ പകൽ മുഴുവനും അവനെന്നോട് പൊറുക്കലിനെ തേടുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് ഞാൻ. അതേപോലെ എൻ്റെ അടിമ പകലിൽ തെറ്റ് ചെയ്താൽ രാത്രിയിൽ അവൻ തൗബ ചെയ്യുന്നുണ്ടോ, എന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. അവനെന്നോട് എപ്പോൾ മാപ്പ് ചോദിച്ചാലും എപ്പോൾ പൊറുക്കലിനെ തേടിയാലും ഞാൻ അവന് മാപ്പ് നൽകും. പ്രിയരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റിനെപ്പറ്റി ചിന്തിക്കാത്ത, ഒരു തെറ്റുപോലും വന്നു പോവാത്ത അഷ്റഫുൽ ഹൽക്കാകുന്ന തങ്ങൾ പോലും 70-ലപ്പുറം അതല്ലെങ്കിൽ 100-ൽ പരം ഇസ്തിഗ്ഫാർ ഹബീബായ തങ്ങൾ ഒരു ദിവസം ചൊല്ലാറുണ്ടായിരുന്നു എന്ന് ഹദീസിൻ്റെ കിതാബുകളിൽ കാണും. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞ് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പൊറുക്കലിനെ തേടുക. പടച്ചോൻ പുറത്തു തരും. 12-ാം രാവിലെ തറാവീഹ് നിസ്കരിച്ചാൽ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, നാളെ ഖിയാമത്ത് നാളിൽ അവൻ വരുന്നത് അവൻ്റെ മുഖം പ്രകാശിച്ചുകൊണ്ടായിരിക്കും. പ്രിയരെ, ഇരുട്ടുള്ള പ്രയാസമുള്ള സന്ദർഭത്തിൽ വെളിച്ചം ആഗ്രഹിക്കുന്നവരാണ് നാം. എന്നാൽ ഭയാനകമായ സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഖിയാമത്ത് നാളിൽ നമ്മുടെ മുഖം പ്രകാശിച്ചുകൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ സന്തോഷവാനായി നമുക്ക് വരാൻ കഴിയുമെങ്കിൽ ഈ തറാവീഹിൻ്റെ മഹത്വം എത്രയാണ്. അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായി ഇന്നത്തെ തറാവീഹ് നിസ്കരിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തറാവീഹ് പരിപൂർണമായി റാഹത്തോടെ സന്തോഷത്തോടെ നിസ്കരിച്ച് പരിശുദ്ധ റമളാൻ നല്ല നിലക്ക് സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.